പുതുക്കാട് ടൗൺ കോഓപ്പറേറ്റീവ് സഹകരണ സംഘത്തിൽ നിന്ന് സിപിഎം കൊടകര ലോക്കൽ സെക്രട്ടറി കെ.വി. നൈജോ വൻ തുക തട്ടിയെടുത്ത സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് നേതാക്കൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിൽ നിന്നും 85 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തതായി ആരോപിക്കുന്നത്. കുറ്റാരോപിതനായ നേതാവ് ഭാരവാഹിയായിട്ടുള്ള പാർട്ടിയാണ് കൊടകരയിലെ ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ ഭരണം കൈയാളുന്നതിരിക്കെ ഞായറാഴ്ച ഫാർമേഴ്സ് ബാങ്കിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് എത്രത്തോളം ജനാധിപത്യപരമായിരിക്കുമെന്നതിൽ ആശങ്കയുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കൊടകര ഫാർമേഴ്സ് സഹകരണ ബാങ്കിലും ക്രമക്കേടുകളുണ്ടെന്നും ബാങ്ക് ലാഭത്തിലാണെന്ന് പറയുമ്പോഴും അതിലെ അംഗങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. കർഷകരുടെ പേരിൽ സ്ഥാപിതമായിട്ടുള്ള ബാങ്കിനു കീഴിൽ നേരത്തെ ഉണ്ടായിരുന്ന വളം ഡെപ്പോയും കൊയ്ത്ത് യന്ത്രവും ഇപ്പോഴില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറി T.M. ചന്ദ്രൻ, ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സദാശിവൻ കുറുവത്ത്, മണ്ഡലം പ്രസിഡന്റ് ആൻഡ്രു വെട്ടത്തുപറമ്പിൽ, ഷൈൻ മുണ്ടയ്ക്കൽ, രഞ്ജിത്ത് കൈപ്പള്ളി, T. വിനയൻ, VR രഞ്ജിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തന്നെ വലിയ ഒരു തട്ടിപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് കൊടകര ഫാർമേഴ്സ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പുതുക്കാട് ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ 85 ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയെന്ന് CPMന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതി കണ്ടെത്തിയിരിക്കുകയാണ്. ആ റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതുപോലെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് പൂഴ്ത്തിവെക്കുകയും അത് കഴിഞ്ഞ മാർച്ച് മാസം 27-ാം തീയതി കൊടുത്ത റിപ്പോർട്ട് അതിൽ സ്വാഭാവികമായും ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ശുപാർശ ചെയ്തതാണ് ക്രിമിനൽ നടപടി, പോലീസുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ആ റിപ്പോർട്ട് CPM നേതൃത്വത്തിലുള്ള ഭരണസമിതി പൂഴ്ത്തിവെച്ചു. അങ്ങനെ CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നടത്തിയ വലിയ അനധികൃതമായ ഒരു തട്ടിപ്പാണ് അത്. ഈ കൊടകരയിലുള്ള മറ്റൊരു വ്യക്തിയുടെ ഭൂമി അവിടെ പണയപ്പെടുത്തി വായ്പയെടുത്തിരുന്നു. ആ വായ്പയെടുത്ത സംഖ്യ തിരിച്ചടയ്ക്കുന്നതിന് ഇദ്ദേഹത്തിൻ്റെ പേരിൽ, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരിലും ഒരു വ്യാജ വായ്പ സംഘടിപ്പിക്കുകയും ആ പണം എടുത്തുകൊണ്ടാണ് ആ വായ്പ തിരിച്ചടച്ചത്. അതിനുശേഷം മറ്റൊരു വായ്പയെടുത്തു. 29 ലക്ഷം രൂപയിലധികം വില വരുന്ന ഒരു വസ്തു ഈട് നൽകി 55 ലക്ഷം രൂപയുടെ വായ്പ എടുത്തു. അതിനുശേഷം 85 ലക്ഷം രൂപയുടെ ആയി മാറി നിൽക്കുകയാണ്. ഈ ബാങ്കിലെ കർഷകർക്ക് വേണ്ടി കൊടകര ഫാർമേഴ്സ് സഹകരണ ബാങ്ക് എന്നാണ് പേര്. ഫാർമേഴ്സ്, അതാണ് ഏറ്റവും പ്രധാനം. കൊടകരയിലെ ഫാർമേഴ്സ് സഹകരണ ബാങ്ക് കർഷകർക്ക് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 80 വർഷം മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കർഷകർക്ക് വേണ്ടി ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു വളം ഡെപ്പോ, ഇന്ന് ആ വളം ഡെപ്പോ അവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന്